Hi friends, welcome to InfoPlus. ഇന്ന് നമ്മൾ ഫിഷ് ഗ്രില്ലിംഗ് എങ്ങനെ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാം എന്നാണ് നമ്മൾ നോക്കുന്നത്. ഗ്രില്ല് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഷേറി ഫിഷാണ്. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള മസാലയാണ് നമ്മൾ ആദ്യം പ്രിപ്പയർ ചെയ്യുന്നത്. എന്നിട്ട് നമ്മളിപ്പോൾ എടുത്തിരിക്കുന്നത് ഒരു മുഴുവൻ വെളുത്തുള്ളി, അതിൻ്റെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചുള്ള ഇഞ്ചി, അതായത് ഇത് രണ്ടും ഒരേ അളവിൽ നിൽക്കുന്ന അത്രയും ക്വാണ്ടിറ്റിയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. 5 ടേബിൾ ടീസ്പൂൺ മുളക് പൊടിയാണ് എടുത്തിരിക്കുന്നത്, 1/2 ടേബിൾ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇപ്പോൾ നിങ്ങൾക്ക് ആവശ്യത്തിന് ഉപയോഗിക്കാം. പിന്നെ ഒരു മുഴുവൻ നാരങ്ങ നമ്മൾ രണ്ടായിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ 2 ടേബിൾ ടീസ്പൂൺ തൈരാണ് നമ്മൾ ഉപയോഗിക്കുന്നത്, 1 ടേബിൾ ടീസ്പൂൺ വിനെഗർ നമ്മൾ ഉപയോഗിക്കുന്നത്. ഇഞ്ചിയും വെളുത്തുള്ളിയും നന്നായിട്ട് പേസ്റ്റ് ആക്കിയിട്ടുള്ളത് അതാണ് ഇപ്പോൾ ഇരിക്കുന്നത്. ഇനി നമ്മൾ അതിലേക്ക് മുളക് പൊടി, നമ്മളെടുത്ത 5 ടേബിൾ ടീസ്പൂണിൻ്റെ മുളക് പൊടി നമ്മൾ അതിലേക്ക് ചേർക്കുവാണ്. ഇനി അതിനുശേഷം നമ്മൾ 1/2 ടേബിൾ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു, അതും ഇതിലേക്ക് ചേർക്കുകയാണ്. ശേഷം നമ്മൾ 2 ടേബിൾ ടീസ്പൂൺ തൈര് ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യുകയാണ്. പിന്നെ 1 ടേബിൾ ടീസ്പൂൺ വിനെഗർ കൂടി ഇതിലേക്ക് ചേർക്കുന്നു. അതിനുശേഷം നമ്മുടെ നാരങ്ങ നമ്മൾ എടുത്തു വെച്ചതിന് അതുകൂടെ ഇതിലേക്ക് പിഴിഞ്ഞ് ചേർക്കുകയാണ്. പിന്നെ അതിന് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ നിങ്ങൾക്ക് ചേർക്കാവുന്നതാണ്. 1/2 ടേബിൾ ടീസ്പൂൺ ഓയിൽ ചേർക്കാവുന്നതാണ്. ഇത് നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്ത് എടുക്കുവാണ് നമ്മൾ ആദ്യം ചെയ്യുന്നത്. നമ്മൾ പേസ്റ്റ് രൂപത്തിലാക്കിയ മസാല നമ്മൾ ഫിഷിലേക്ക് തേച്ച് പിടിപ്പിക്കുകയാണ്. നമ്മൾ ഫിഷ് പ്രിപ്പയർ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾ അതിന് നല്ല വൃത്തിയാക്കി അതിലേക്കാണ് നമ്മളതിൻ്റെ ഇത് തേച്ച് പിടിപ്പിക്കേണ്ടത്. നല്ലവണ്ണം മസാല തേച്ച് പിടിപ്പിക്കാൻ ശ്രമിക്കുക. നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചതിന് ശേഷം നമ്മളതിന് മിനിമം ഒരു 40 മിനിറ്റ്സ് നിങ്ങൾ ഇത് മസാല തേച്ച് വെക്കുകയാണെങ്കിൽ അത് വെൽ ആൻഡ് ഗുഡ് ആയിരിക്കും. അപ്പം നമുക്ക് ഗ്രില്ല് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ്, മസാലയുടെ ടേസ്റ്റ് ശരിക്കും അതിലേക്ക് വരും. കനൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ മസാല പുരട്ടി വെച്ചേക്കുന്ന ഫിഷ് നമ്മൾ ഗ്രില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തു വയ്ക്കുകയാണ്. ഫിഷ് നമ്മൾ 5 മിനിറ്റോളം നമ്മൾ വെയിറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മളിനി അത് തിരിച്ച് മറ്റു സൈഡ് നമ്മൾ വയ്ക്കുകയാണ്. ഇപ്പോൾ ഇത് ഏകദേശം ഈ സൈഡ് നമ്മുടെ ഗ്രില്ലായി കഴിഞ്ഞു. നമ്മൾ കരിയാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഫിഷ് അവിടെ ഗ്രില്ലായിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ആ സമയം കൊണ്ട് അത് ഗ്രില്ല് ചെയ്ത് കഴിയുമ്പോഴേക്കും നമ്മൾ ഫിഷിലേക്ക് ചേർക്കാനുള്ള മസാല നമ്മൾ റെഡിയാക്കുകയാണ്. അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളാണ് ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. 4 സവോള അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ 1 തക്കാളിയാണ് അരിഞ്ഞ് വെച്ചിരിക്കുന്നത്. തക്കാളി കൂടരുത്, കൂടിക്കഴിഞ്ഞാൽ മസാലയിൽ പുളി കൂടാനുള്ള സാധ്യത കൂടും. പിന്നെ 6 ഇതൾ വെളുത്തുള്ളിയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അത് നന്നായിട്ട് ചെറുതാക്കി അരിഞ്ഞിട്ടുണ്ട്. പിന്നെ പച്ചമുളക്, ഒരു 6 പച്ചമുളക് ചതച്ചാണ് എടുത്തിരിക്കുന്നത്. ചട്ടിയിൽ എണ്ണ ചൂടാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ അതിലേക്ക് വെളുത്തുള്ളിയും പച്ചമുളകുമാണ് ആദ്യം ഇടുന്നത്. ഇനി നമ്മൾ അതിലേക്ക് സവാള ഇട്ട് കൊടുക്കുകയാണ്. സവാള നന്നായിട്ട് വഴറ്റിയിട്ടുണ്ട്. ഇനി നമ്മൾ അതിലേക്ക് ഒരല്പം ഉപ്പ് ചേർക്കുന്നതാണ്. നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പ് നമ്മൾ കാണിക്കാം. അതിനുശേഷം നമ്മളിനി കുറച്ച് മസാല നമ്മളിത് ചേർക്കുന്നുള്ളൂ. കാരണം നമ്മൾ ഓൾറെഡി ഗ്രില്ല് ചെയ്ത ഫിഷിൽ നമ്മൾ മസാല നല്ലോണം ചേർത്തിട്ടുണ്ട്. ഇത് നമ്മൾ അതിൻ്റെ ഗ്രേവി ആയതുകൊണ്ട് നമ്മൾ അധികം മസാല ഇടുന്നില്ല. നമ്മൾ ചേർക്കുന്നത് കുറച്ച് 1 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇത്രയാണ് നമ്മളിത് ചേർക്കുന്നുള്ളൂ. മസാല ഇട്ട് ചൂടാക്കിയിട്ടുണ്ട്. ഇതെല്ലാം നന്നായിട്ട് വഴറ്റിയിട്ടുണ്ട്. ഇനി നമ്മൾ അതിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞ് വെച്ച 1 തക്കാളി നമ്മൾ ചേർക്കുകയാണ്. ഇനി അത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. നമ്മൾ അടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് മാത്രം ഒരല്പം വെള്ളം ചേർക്കുന്നു. ഇനി ഇത് നന്നായിട്ട് ഒന്ന് ഇളക്കിയതിന് ശേഷം അടച്ച് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് നേരം കഴിയുമ്പോഴേക്കും അതൊരു ലിക്വിഡ് പരുവത്തിലേക്ക്, ഒരു പേസ്റ്റ് രൂപത്തിലേക്ക് ആയി മാറും. അതാണ് നമ്മൾ ഇതിൻ്റെ ഗ്രേവി ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. ഗ്രേവി സെറ്റായിട്ടുണ്ട്. നമ്മളിപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം, നിങ്ങൾ ശ്രദ്ധിക്കണം. അതിപ്പോൾ നമ്മുടെ ഒരു പേസ്റ്റ് രൂപത്തിലായിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ഏകദേശം ഗ്രില്ലായി കഴിഞ്ഞ ഫിഷാണ്. ഇനി നമ്മൾ നേരത്തെ പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മളുടെ മസാലയിലേക്ക് നമ്മൾ ഈ ഫിഷ് വയ്ക്കുകയാണ്. അപ്പോൾ നമ്മൾ വാഴയിലയിൽ ഓൾറെഡി നമ്മൾ മുമ്പ് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഗ്രേവി നമ്മൾ വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ അതിലേക്ക് ഗ്രില്ല് ചെയ്തെടുത്ത ഫിഷ് നമ്മൾ വയ്ക്കുകയാണ്. ഫിഷ് വെച്ചിട്ടുണ്ട്. നമ്മളിനി അതിന് മുകളിലേക്ക് ബാക്കിയുള്ള കുറച്ച് മസാല കൂടി നമ്മളതിൽ വയ്ക്കുകയാണ്.
വാഴയിൽ പൊതിഞ്ഞിട്ടുള്ള ഗ്രില്ല് ചെയ്തിട്ടുള്ള ഫിഷിനെ നമ്മൾ ഒന്ന് ചൂടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വീണ്ടും ആ കനലിൻ്റെ മുകളിലേക്ക് വെക്കുകയാണ്. നമ്മൾ ഏകദേശം ഒരു മിനിറ്റോളം നമ്മൾ അതൊന്ന് വെച്ചിട്ട് അതിൻ്റെ മറുഭാഗം കൂടി വീണ്ടും ഒന്നും കൂടി വെച്ചതിന് ശേഷം നമ്മളത് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ആ വാട്ടിയ വാഴയുടെ ടേസ്റ്റ് കൂടെ ആ ഫിഷിലേക്കും ആ ഗ്രേവിയിലേക്കും വരുന്നതായിരിക്കും. നല്ല നാടൻ രീതിയിൽ നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ടുള്ള ഒരു സാധനമാണ്. ഗ്രില്ല് ചെയ്ത് കഴിഞ്ഞ് രണ്ടാമത് നമ്മൾ ആ ഇലയിൽ വെച്ച് സാധനം അതേ ആ മണത്തോടു കൂടി തന്നെ നമ്മൾ തുറന്നിട്ട് ഇത് നമ്മളിപ്പോൾ ഗാർണിഷ് ചെയ്ത് വെച്ചേക്കുവാണ്. നല്ല രുചിയും മണവും എനിക്ക് ഇപ്പോൾ തന്നെ അനുഭവപ്പെടുന്നുണ്ട്. നിങ്ങളെല്ലാം തന്നെ ട്രൈ ചെയ്യണം.